അപ്ഷർ ആപ്ലിക്കേഷനിലുള്ള പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം? നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള അപ്ഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഇവിടെ ഫസ്റ്റ് കാണുന്ന ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴത്ത് കാണുന്ന ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ഷറിൻ്റെ വെബ്സൈറ്റിലോട്ടാണ് ഈ പോണത്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ID നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ID നമ്പറിൽ ഈ കാമൺ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഈ കോളത്തിൽ 0 ചേർക്കാതെ നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. 0 വേണ്ട. ഇവിടെ കാണാൻ നിങ്ങൾക്ക് +966 എന്ന് കൊടുത്തുള്ളിടത്ത് ആ താഴത്ത് കാണുന്ന കോളത്തിൽ 0 ചേർക്കാതെ 0 കഴിഞ്ഞിട്ടുള്ള നമ്പറുകൾ ഫുള്ളായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമേജ് കോഡ് എന്നുള്ളിടത്ത് ഇവിടെ മേളിൽ കാണുന്ന ആ ഒരു കോഡ് ഉണ്ട്, ഈ നമ്പർ ഇമേജ് കോഡ് എന്നുള്ളതിൻ്റെ താഴത്തായിട്ട് ഒരു കോളൻ്റെ ആ കോളത്തിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇക്കാം നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. മൊബൈൽ നമ്പർ കറക്റ്റായിട്ട്, അതുപോലെ ഇമേജ് കോഡ് ഇതൊന്നും കറക്റ്റായിട്ടില്ലെങ്കിൽ ഈ ഇമേജ് കോഡ് പിന്നെയും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാം നിങ്ങൾ സെറ്റാക്കിയതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു പേജ് കാണിക്കുന്നത് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളിടത്ത് സെലക്ട് 1 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ കാണുന്ന പാസ്പോർട്ട് നമ്പർ കൊടുത്താൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കാണുന്ന ഇക്കാം നമ്പറിലൊന്നും സ്വീകരിക്കില്ല. പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പാസ്പോർട്ട് നമ്പർ തന്നെ വേണം. ഇവിടെ ഈ കുളത്തിൽ പാസ്പോർട്ട് നമ്പർ എന്നുള്ളതിൽ ഈ ഒരു ടിക്ക് മാർക്ക് ഇവിടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആൻസർ എന്നുള്ള ഈ കുളത്തിൽ നമ്മൾ പാസ്പോർട്ട് നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ പാസ്പോർട്ട് നമ്പർ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിലുള്ള നമ്പറിലോട്ടൊരു OTP വരുന്നതായിരിക്കും. OTP അവിടെ നിന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ ആക്ടിവേഷൻ കോഡ് എന്നുള്ളതിൻ്റെ ഈ ഒരു കോളത്തിൽ ആ ഒരു കോഡ് നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത് ID നമ്പറാണ്, നമ്മൾ ഇക്കാം നമ്പറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്താൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിച്ചിരുന്നത്. ഇവിടെ യൂസർ നെയിം എന്നുള്ളിടത്ത് യൂസർ നെയിം എന്നുള്ളത് നമ്മൾ അപ്ഷർ ആപ്ലിക്കേഷനിലുള്ള യൂസർ നെയിമാണ് ആ കാണുന്നത്. അതുപോലെ ന്യൂ പാസ്വേഡ്, കൺഫേമർ പാസ്വേഡ്, ന്യൂ പാസ്വേഡ് ഒന്നും ഇവിടെ എൻ്റർ ചെയ്യുക. അതേ പാസ്വേഡ് തന്നെ ഒന്നും കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ കോളത്തിൽ. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റർ ചെയ്ത പാസ്വേഡ് തെറ്റുണ്ടോ അല്ലെങ്കിൽ ഞാൻ എഴുതിയത് ക്ലിയർ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തുള്ള പാസ്വേഡ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിലും അതേപോലെ തന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. ഇത് ചെയ്യേണ്ടത് അപ്ഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഇവിടെ ഫസ്റ്റ് ഇക്കാം നമ്പർ, ഇവിടെ പാസ്വേഡ്, അതിനുശേഷം ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇക്കാം നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് വരും നമ്മളെ മൊബൈൽ നമ്പറിലോട്ട്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ SMS എന്ന ആപ്ലിക്കേഷൻ ഇതിൽ പോയിട്ട് SMS പോയിട്ട് ആ ഒരു നമ്പർ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആപ്പ് ലോക്ക് എനേബിൾ ചെയ്യണമെന്ന് ചോദിച്ചിരുന്നത് നമ്മളെ മൊബൈൽ ഫോണിന് ലോക്ക് സ്ക്രീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നതായിരിക്കും. ലോക്ക് സ്ക്രീനിൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, ഫിംഗർ പ്രിൻ്റ്, ഫേസ് ലോക്കോ പാറ്റേൺ ലോക്കോ കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ വരില്ല. ഇവിടെ ഇനി കൊടുക്കേണ്ടത് എനേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഫിംഗർ പ്രിൻ്റ്, അല്ലെങ്കിൽ യൂസ് പാറ്റേൺ ലോക്ക് ആണെങ്കിൽ പാറ്റേൺ ലോക്ക് കൊടുത്താൽ അത് ഓൺ ആവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് ഫിംഗറാണ് കൊടുക്കുന്നത്. ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും, എളുപ്പം ഓപ്പൺ ആക്കി കിട്ടും. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യാം, ഫിംഗർ കൊടുക്കുക.
അതിനുശേഷം ഒരു SMS വരും. SMS നമ്മൾ ആ SMS വന്ന ഒരു കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക.